ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പം ഞാൻ ഇങ്ങനെ ഇപ്പം എഴുന്നേറ്റിട്ടേ ഉള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചൊരു വ്ളോഗ് എടുക്കാമെന്ന്, ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗ് എടുക്കാം. കാരണം ഞാനിപ്പോൾ അമ്മേൻ്റെ വീട്ടിലാണ്. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് വ്ളോഗ് എടുക്കണമെന്ന് എനിക്കുണ്ട്. പക്ഷേ എന്തുകൊണ്ട് എടുക്കാത്ത വെച്ചാൽ അവിടെ ഒരു കണ്ടൻറ്റും ഇല്ല ചെയ്യാൻ. അതാണ് സത്യാവസ്ഥ. അവിടെ ഒന്നാമത് ഇപ്പം ഞാൻ ഒറ്റയ്ക്കാണ്. ലൈക്ക് അച്ഛനും അമ്മയും ജോലിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അച്ഛനെയും ഞാൻ മാത്രമേ ഉള്ളൂ. പിന്നെ ഋതു ആണെങ്കിലും ബാംഗ്ലൂർ ആയിരിക്കും. സോ വേറൊരു കണ്ടൻറ്റും ഇല്ല അവിടെ ചെയ്യാൻ. അതുകൊണ്ടാണ് ഞാൻ എടുക്കാത്തത്. അപ്പോൾ ഇന്ന് ഇവിടെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ വ്ളോഗ് എടുക്കും. കാരണം ഇവിടെ കണ്ടൻറ്റ് കൂടുതലാണ് ഗൈസ്. ഇവിടെ വാവുള്ളത് കൊണ്ട് തന്നെ അവളെ തന്നെ കളിപ്പിച്ചിരിക്കാം. പിന്നെ അതുകൊണ്ട് പിന്നെ ഇവിടെ കുറേ ആൾക്കാരുണ്ടല്ലോ, അപ്പം ലിറ്റിൽ ബിറ്റ് എൻഗേജ്ഡ് ആണ്. അപ്പം കുറച്ചുകൂടി കണ്ടൻറ്റ് കിട്ടും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇവിടെ നിന്ന് എടുക്കാമെന്ന്. ഇപ്പം സമയം എത്രയായി? 11:30 സംതിങ് എന്തോ ആയി. എഴുന്നേക്കാൻ ലേറ്റായി. ഒബ്വിയസ്ലി ഞാൻ ലീവുള്ളപ്പോൾ എഴുന്നേക്കാൻ ലേറ്റ് ആവും. എന്തെങ്കിലും ഷൂട്ടോ പരിപാടി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നേരത്തെ എഴുന്നേക്കാറുള്ളൂ. സോ ഞാൻ ജസ്റ്റ് എഴുന്നേറ്റ് ഫേസ് വാഷ് ചെയ്ത് ലിപ് ബാം ഇട്ട് വീഡിയോ എടുക്കാൻ തുടങ്ങിയതാണ്. താഴെ പോയിട്ട് വേണം ബ്രഷ് ചെയ്ത് ചായ കുടിക്കാൻ. ഓക്കെ, ഇനി ചായ കുടിക്കുമ്പം കാണാം. അപ്പോൾ ജെനി നമ്മളെ കൂടെ ഫുഡ് കഴിക്കാൻ നോക്ക്. ഞാൻ നിങ്ങൾക്ക് വേണം അല്ലേ? ഹായ് പറ, ഹായ് പറ. ഒക്കെ ഒരു കുഞ്ഞു വെള്ളയപ്പ കൊടുക്കാം. നമ്മള് കറിയൊന്നും കൂട്ടാതെ ഒരു കുഞ്ഞു വെള്ളയപ്പം. തുപ്പിയാണെ ഞാൻ പിന്നെ തരില്ലേ. ബൗനെ വിളിക്കേ. ബൗ എവിടെ? കാലിനകത്തേക്ക് കാലിങ്ങനെ വെക്കരുത് ഫുഡ് കഴിക്കും നമ്മള്. ബൗ 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 എവിടെ? അവിടെ ബൗ വരുന്നുണ്ട് കേട്ടോ. കാല് കിട്ടിട്ട് ബൗ 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 വേണ്ടെന്നോ? പൂച്ചക്ക് എന്താ പറയുന്നേ ജെനി? പൂച്ചക്ക് എന്താ പറയാ? മാവു പറ. കാല് നമ്മളില്ലേ ഫുഡ് കഴിക്കുമ്പം ജെനി കാല് കയറ്റി വെക്കരുത്. ഇത് നോക്ക്. അയ്യോ ഇത് കിട്ടുന്നില്ല വാവേ മുട്ട. ദീദീനെ നേരത്തെ ഞങ്ങള് വീഡിയോ കോൾ ചെയ്തിരുന്നു. അതാ ദീദി വിളിക്കുന്നേ, മറ്റു ദീദീനെ. ബൗ ബൗ വരുന്നു. ബൗ ഓടി വരുന്നു. അയ്യോ ബൗ വരുന്നു. വീട്ടൊന്നോടി. ബൗ എവിടെ? ജെനി ഇതാ ഫുഡൊന്നും കഴിക്കുന്നില്ല കേട്ടോ. ഫുഡൊന്നും കഴിക്കുന്നില്ല ഓള്. ബബ്ബു ബബ്ബു വേണമെന്നോ? ഇതെന്താണ് കൊച്ച്? എന്താ ബൗനെ വിളിക്കട്ടെ. ബൗ ജെനി ഇതാ തിന്ന ഫുഡൊക്കെ ഇതാ തുപ്പുന്നുണ്ട് കേട്ടാ. ഓളൊന്നും തിന്നുന്നില്ല. വേഗം വന്നോളെ പേടിപ്പിച്ചോ. കഞ്ഞിട്ടെടുക്കട്ട്. തിന്ന ബൗബു വരുന്നുണ്ട്. വേഗം തിന്നോ. അടി കിട്ടും. അതാ ഇനി നന്നാവാ. ബബ്ബവ് വരട്ടെ. ജനീനെ എങ്ങനെ ബബ്ബവ് കൊണ്ടോട്ടെ ഫുഡ് കഴിക്കും. ഇല്ല ഞങ്ങക്ക് തരില്ല. ഇല്ല ദീദി തരില്ല.
അപ്പ തിന്നൂലല്ലോ തന്നാല് ഒന്ന് തിന്നൂലല്ലോ ഈ ആ പൂ താഴെ വീണായി അവിടെ പൂ പറിച്ചുകൊണ്ടുവന്ന പൂ താഴെ വീണ് പോയി എന്തോ ആലോചിക്കാം പൂ എങ്ങനെ ഉണ്ടായത് കാണോ നാനി എന്താ അപ്പാപ്പോ ബൗ വേണ്ട ഒന്നുമല്ല അപ്പാപ്പോ ബൗ ഇരുന്നുണ്ട് കേട്ടാ ബൗ ഇറക്ക് ഓള് ഹായ് ഒക്കെ പറഞ്ഞല്ലോ അല്ലേ ജെനി ഹായ് പറ അയ്യോ ഇതൊന്ന് വെച്ചാ അതൊന്ന് വെച്ചെടുത്തിട്ട് എല്ലാം കൂടി വേഗം വെച്ചോ ജെനി വേഗം വെച്ചൂട് ഇങ്ങനെയല്ല വെക്ക നോക്ക് ഇങ്ങനെയല്ല വെക്ക ഇങ്ങനൊന്നല്ല വെക്ക റെഡിക്ക് വെക്ക് റെഡിക്ക് വെക്ക് മോളെ റെഡിക്ക് വെക്ക് മോളെ ഇത് അതിന്റെ മേലെ വെക്ക് ആ വെച്ചൂടെ വെച്ചോ 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 അയ്യോ അയ്യോ
അപ്പോൾ ഗൈസ് രാവിലെ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ വാവൻ്റെ കൂടെ കുറച്ച് നേരം കഴിച്ചു. പിന്നെ നെറ്റ്ഫ്ലിക്സിൽ നമ്മളെ നയൻതാരേൻ്റെ മറ്റേ എന്താ ബിയോണ്ട് ദ ഫെയറി ടെയിലോ ആ സാധനം ഞാൻ ഇരുന്ന് കണ്ടു. അങ്ങനെ ടൈം പോയി. പിന്നെ ഉച്ചയ്ക്ക് ചോറൊക്കെ വാരി തന്നു അമ്മ. അത് ആ ക്ലിപ്പൊക്കെ ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട് ബൈറ്റ്. അത് ഞാൻ ആഡ് ചെയ്യാം. കുറച്ച് നേരത്തേക്ക് ഞാൻ മറന്നു ഞാൻ വ്ളോഗ് ചെയ്യുന്ന കാര്യം. സോ ഇപ്പം നമ്മളിങ്ങനെ പുറത്തേക്ക് വന്നത് വാവനെ കൂട്ടിയിട്ട് ജസ്റ്റ് ഒരു ഔട്ടിങ്. ഇപ്പോൾ ഇവിടെ അമ്മേൻ്റെ വീടിൻ്റെ അടുത്ത് അങ്ങനെ എന്താ പറയുക മോളോ കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ ഒരു സാൻഡ് ബാങ്ക്സ് എന്ന് പറഞ്ഞൊരു ഐ തിങ്ക് സാൻഡ് ബാങ്ക്സ് എന്ന് പറഞ്ഞൊരു ബീച്ചുണ്ട്. അവിടേക്ക് നമ്മളിപ്പോൾ വന്നതാ. അപ്പം ഞാൻ ഇവിടുന്ന് കാണിച്ചു തരാം. ഓക്കെ, കുറച്ച് സമയത്തേക്ക് ഞാൻ മറന്നുപോയി ഡേ ഇൻ മൈ ലൈഫ് ഞാൻ ചെയ്യുന്നുണ്ടെന്ന്. പക്ഷെ എൻ്റെ അടുത്ത് കുറച്ച് ബിറ്റ് ഉണ്ടാകും, ഞാൻ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് നടക്കാം. ഞാൻ കാണിച്ചു തരാം എവിടെയൊക്കെ. അച്ഛൻ്റെ വീട്ടുകാരെന്നെ കൂട്ടാണ്ട് എവിടെയോ എത്തിയിട്ടോ. ഒരു നടന്നങ്ങ് പോയി. ഗൈസ് ലുക്ക് അറ്റ് മൈ ഔട്ട്ഫിറ്റ്. കാര്യമായിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒരു ജീൻസും ഒരു ഷർട്ടുമാണ്. പിന്നെ ഈ ഇയറിങ്സ് പെയർ ചെയ്തപ്പോൾ നല്ല ഭംഗിയുണ്ട്. സോ അങ്ങനെ ഞാൻ എടുത്തിട്ടു. ഞാൻ അങ്ങോട്ടേക്ക് എത്തട്ടെ. ഇവിടെ നല്ല കാറ്റൊക്കെ ഉണ്ട് ഗൈസ്. ഇപ്പോൾ സൺസെറ്റിൻ്റെ ഒരു ടൈമാണ് നമ്മളിവിടെ എത്തിയത്. ഗൈസ് അവർക്ക് ഇതിലൊന്നും ഇരിക്കണ്ടെന്നാണ് പറയുന്നത്. നല്ല കരച്ചിൽ. ആള് അതിലിരുന്ന് കളിക്കാനുള്ള മൂട്ടിലെല്ലാം തോന്നും. ഞാൻ അവിടെ ഒരു നല്ല വ്യൂ ഉണ്ട്, കാണിച്ചു തരാം. ഹായ്, എന്തേ പറയാനുണ്ടോ? അവിടെയല്ലേ ഗൈസ്, ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നു. ചാട്ട മൈൻഡ് ചെയ്തു, നമ്മൾ മൈൻഡ് ചെയ്തു. നമ്മളിപ്പം സൺസെറ്റ് കാണാൻ വേണ്ടി പോവുകയാണ്. കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ടൈമൊന്നും അറിയില്ല, ടൈം എത്ര സൺസെറ്റിൻ്റെ ഒന്നും അറിയില്ല. പക്ഷെ നമുക്ക് പോയി നോക്കാം. നോക്കൂ,
നാണം വരുന്നു. എടി നീ എനിക്ക് കന്നഡ ചോദിച്ചിട്ട് തന്നോ? നീ തന്നോ? അവന് നീ കന്നഡ കൊണ്ടേ കൊടുക്കണേ? എടോ അതാണ് ഞാൻ ചോദിച്ചിട്ട് തരില്ല മോനെ. കണ്ട കണ്ട കന്നഡ കൊടുത്ത് ജെനി ദീദി ചോദിച്ചിട്ട് കന്നഡ തന്നില്ലല്ലോ. എന്റെ പൊന്നെ ജെനി അങ്കിളെ തരടി. ഓ ഇവരെ ടീമായി, ഇവരെ ടീം ഓടെ പുറത്ത്. ഇവള് മറ്റേ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ആന്ന് തോന്നുന്നു. ജെനി ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് അടിച്ചു. ജെനി ഓക്കെ ബൈ. പൊയ്ക്കോ 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 പൊയ്ക്കോ. വീട്ടിലേക്ക് വരരുതേ. കല്ലെടുക്കരുത് കല്ലെടുക്കരുത് ചീത്ത. ഗൈസ് ഞാൻ അവളോട് ആ കന്നഡയെ ചോദിച്ചു. ഇത്രയും നേരം ഞാൻ ചോദിച്ചിട്ട് തന്നില്ല. ഓക്കെ പിന്നെ ഇവിടെയുള്ള ഞാൻ കാണിച്ചു തന്ന ഒരു കൊച്ചും കൂടി ഉണ്ട്, അവരെ കൂടെ ഉള്ളൊരു കൊച്ച്. ആ കൊച്ചു ചോദിച്ചു, കൊടുത്തില്ല. കരച്ചല്. അവൻ വന്ന് ആ ചെറുക്കൻ വന്ന് ചെറിയ പയ്യൻ വന്ന് ചോദിച്ചപ്പോ പുള്ളിക്കരുതി എടുത്തോ, മറ്റേ എടുത്തോ, നീ വെച്ചോ, കയ്യിൽ വെച്ചോ, തിരിച്ച് വേണമെന്നില്ല. ആ ഒരു മട്ടില് കൊടുത്ത്. എന്നിട്ട് അവൻ തിരിച്ചു കൊടുത്ത്. ഇട്ട് കഴിഞ്ഞ് അവൻ തിരിച്ചു കൊടുത്തിട്ട് അവനെ വിളിച്ചു വരുത്തിയിട്ട് കൊടുക്കുക വീണ്ടും കന്നഡ. ഗൈസ് ദിസ് ഇസ് ടു മച്ച്, ദിസ് ഇസ് ടു മച്ച്. ആ നിനക്ക് ഞാൻ തരാം, നിനക്ക് ഞാൻ തരാം. കന്നഡ തന്നെ കണ്ടോ? കന്നഡ തന്നെ ജെനി തരില്ല, ഓള് തരില്ല. ഓള് അവന് മാത്രം കൊടുത്തു. ഗൈസ് ഒന്നും പറയാനില്ല, ഒന്നും പറയാം. ഗൈസ് ഞങ്ങൾ ഇപ്പോഴാണ് തിരിച്ച് വീട്ടിലെത്തിയത്. ഇപ്പോൾ ഒരു 7 മണിയായി. ഇനി ഞങ്ങളെ വീട്ടിലേക്ക് പോവാണ്. വാവയ്ക്ക് ഇങ്ങനെ പുറത്ത് പോകാൻ ഭയങ്കര ഇഷ്ടം, അപ്പം അങ്ങനെ കൊണ്ടുപോയതാ. പിന്നെ അതിൽ കഴിഞ്ഞിട്ട് കുറച്ച് പിന്നെ തിരിച്ച് വരുമ്പോൾ എനിക്കൊന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം അവളെയും പിടിച്ചിങ്ങനെ നടക്കുകയായിരുന്നു. പിന്നെ അപ്പോൾ ദാറ്റ്സ് ദാറ്റ്. അപ്പോൾ ഞങ്ങളിപ്പോൾ തിരിച്ച് വീട്ടിലെത്തി. ഇനി ഫുഡ് കഴിക്കുന്നു, നേരെ എൻ്റെ വീട്ടിലേക്ക് പോകുന്നു. അത്രേ ഉള്ളൂ. അപ്പം ഞാൻ ഇപ്പോൾ വ്ളോഗ് ഇവിടെ വെച്ച് നിർത്തുക. അതിനൊന്നും ഉണ്ടാവില്ല, കാരണം എനിക്ക് ഓൾറെഡി ഞാൻ ഇപ്പോൾ നല്ല ടയേർഡാണ്. സോ ഞാൻ ഇനി കിടന്ന് ഉറങ്ങും വണ്ടിയിൽ. സോ അപ്പം അത്രേ ഉള്ളൂ ഗൈസ്. ഇനി ഞാൻ വെറുതെ ഫുഡ് കഴിക്കുന്നൊന്നും കാണിക്കുന്നില്ല. അപ്പം ദാറ്റ്സ് ദാറ്റ്. അപ്പം ഇന്ന് എൻ്റെ ഒരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫ് ആയിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഇറ്റ്സ് നോട്ട് പെർഫെക്റ്റ്, ഐ നോ, ബട്ട് ദാറ്റ്സ് ദാറ്റ്. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ വ്ളോഗ്. ഇന്നത്തെ ഡേ ഇത്രയേ ഉള്ളൂ. ഞാൻ വീട്ടിൽ പോവും, കിടന്നുറങ്ങും, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഞാൻ ഇവിടെ വെച്ച് വ്ളോഗ് അവസാനിപ്പിക്കുക. അണ്ടിൽ നെക്സ്റ്റ് ടൈം.